അശോകൻ മറയൂരിന്റെ കവിതയാണ് ഈ ആണ്ടിൽ ഡിസംബർ പൂക്കൾ തന്ന 7 കവിതകൾ. 1-ാം ഭാഗം പതിവ് യാത്ര. അതേ കാട്ടുവഴി കയ്യിൽ കരുതിയിരുന്ന ഊന്നുവടിക്ക് മുന്നിലൂടെ കൂട്ടം കൂട്ടമായി കടന്നു പോകുന്നു പൂമ്പാറ്റുകൾ. വസന്തത്തെയും മേയിച്ച് പിന്നിൽ ഞാനും പോകുന്നതായി ഇന്നൊരു തോന്നൽ. 2-ാം ഭാഗത്തിൽ അത് ഈ ആണ്ടിലെ ഏറ്റവും കുളിരേറിയ യാത്രയായി മാറുന്നു. കുന്നിനു മുകളിലെ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു അള്ളിലിരുന്നു കൊണ്ട് ഞാൻ താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുപ്പിയിൽ അടച്ചെടുത്ത മിന്നാമിന്നുകൾ ഓരോന്നായി പുറത്തേക്ക് പോകുമ്പോൾ ഓരോന്നും ഓരോ പകലുകൾ തീർക്കുന്നു. ഓരോ പകലും എന്നെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ മിന്നിയിൽ ഒരിക്കലും കുപ്പിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന മിന്നാമിന്നിയിൽ നമുക്കായുള്ള ഒരു പകലുണ്ട്. എത്ര പെട്ടെന്നാണ് അവയെല്ലാം ഒരു ചീവീടായി മാറിയത്. ഓരോന്നിൻ്റെയും മുതുക് പിളർന്ന് പലായിരം ചീവീടുകൾ പാറക്കെട്ടുകളിൽ മരങ്ങളിലിരുന്ന് കരയുന്നു. കുപ്പിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന ആ മിന്നാമിന്നിയുടെ പകലിൽ ഒരു വേനൽ മഴയുണ്ടായിരുന്നു. 3-ാം ഭാഗത്തിൽ അത് പൂക്കളിൽ അന്ധകരുടെ ലിപി പോലെ എത്ര തവണയാണ് ഒരു പൂമ്പാറ്റി അതിൻ്റെ കാലുകളാൽ ഓരോ വസന്തത്തെയും തൊട്ടറിയുന്നത്. 4-ാം ഭാഗത്തിൽ അത് അങ്ങനെ 1000 നിയമങ്ങളാൽ ഒരാൾ ജീവിക്കുന്ന ലോകമായി തീരുന്നു. അതിങ്ങനെയാണ്. ഒരാൾ ഒരു മഴ മൊത്തം നനയുകയും ഒരു മഴ മൊത്തം നനയാതെയും അത്രമാത്രം മഴയോട് അടുക്കാതെയും ഒരു വെയിൽ മൊത്തം കൊള്ളുകയും അത്രമാത്രം വെയിലോടടുക്കാതെയും പ്രണയം കൊണ്ട് ആകെ മൂടുകയും അത്രമാത്രം പ്രണയത്തോടടുക്കാതെയും അങ്ങനെ 1000 നിയമങ്ങളാൽ ഒരാൾ മാത്രം ജീവിക്കുന്ന ലോകമാണത്. ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ഇരുന്നു കൊണ്ട് എനിക്ക് തന്ന മൗനം നീ എത്ര ജന്മമെടുത്താണ് എഴുതി തീർത്തത്? 5-ാം ഭാഗത്തിൽ അത് വിത്തുകളുടെ ഗർഭപാത്രത്തിലേക്ക് എത്ര മനോഹരമായാണ് ഒരു പൂമ്പാറ്റയെ പോലെ ഒരു ഉമ്മ തൊട്ടുപോകുന്നത്. 6-ാം ഭാഗത്തിൽ നോക്കൂ, ഡിസംബർ പൂവിലിരുന്നു കൊണ്ട് ഒരു പൂമ്പാറ്റ പൊള്ളുന്നത്. ആ പൊള്ളൽ ആ പൂമ്പാറ്റയ്ക്കുള്ളതാണ്. 7-ാം ഭാഗത്തിൽ നമ്മളില്ലാത്ത ഡിസംബർ പൂക്കളിൽ നിന്നും അവസാനം പറന്നുപോയ ആ പൂമ്പാറ്റ ആ വസന്തത്തെയും കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഒരു ഋതുവിനെ അടിസ്ഥാനമാക്കി അശോകൻ മറയൂർ രചിച്ച ഒരു കവിതയാണിത്. ഒരു വസന്തം എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നതെന്നും എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തി കടന്നു പോകുന്നുവെന്നും ഈ കവിത പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവർക്കും സ്നേഹം.